ഭൂതം, പ്രേതം, പിശാച്, ആത്മാവ് ഈ സങ്കല്പങ്ങളെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും. മനുഷ്യരുടെ സങ്കല്പത്തിന് അപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യവും കൗതുകവും മനുഷ്യസഹജമാണ്. അത്തരം സഹജ വാസനകൾക്ക് പുതിയ ആകാശങ്ങൾ തുറന്നുകൊടുക്കുന്ന നിരവധി മിത്തുകളും നമുക്കുണ്ട്. മന്ത്രവാദം, താന്ത്രിക വിദ്യകൾ, നാഡീജ്യോതിഷം എന്നു തുടങ്ങി കൈരേഖാശാസ്ത്രവും ചീട്ടെടുക്കുന്ന തത്തയും വരെ വിശ്വസിക്കാൻ മടിയില്ലാത്ത നല്ലൊരു ശതമാനം ആളുകളുണ്ട് സമൂഹത്തിൽ. ഓജോ ബോർഡും അത്തരത്തിലുള്ളൊരു ടൂളാണ്. ആത്മാക്കളോട് സംവദിക്കാനുള്ളൊരു മാർഗം. കൗതുകമുള്ളത് എന്തും പരിശീലിച്ചു നോക്കാൻ, ഭാഗ്യം അന്വേഷിക്കാനൊക്കെ ഏറെ താല്പര്യമുള്ളവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാകാം ഓജോ ബോർഡ് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ എക്കാലത്തെയും സ്വീകാര്യത നേടുന്ന ഒരു തരംഗമായി മാറി. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വ്യാപകമായി മാറിയത് അപരിചിതം എന്നൊരു മമ്മൂട്ടി ചിത്രം ഇറങ്ങിയതിനെ തുടർന്നാണ്. ഈ ചിത്രം ജനപ്രീതി ഉണ്ടാക്കിയത് വളരെയേറെയാണ്. അടുത്ത തിയേറ്ററിലെത്തിയ രോമാഞ്ചം എന്ന ചിത്രവും ഓജോ ബോർഡിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കഥ പറയുന്നത്. എന്താണ് ഓജോ ബോർഡ്? ഓജോ ബോർഡിലൂടെ ആത്മാക്കളുമായി സംവദിക്കാൻ കഴിയുമോ? ഓജോ ബോർഡ് കളിക്കുമ്പോൾ വ്യക്തികളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഓജോ ബോർഡിന് പിന്നിലുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് വിദഗ്ധർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഓജോ ബോർഡിൻ്റെ യഥാർത്ഥ ചരിത്രം ആ ഗെയിമിനോളം തന്നെ നിഗൂഢമാണ്. ഓജോ ചരിത്രകാരനായ റോബർട്ട് മർച്ച് 1992 മുതൽ ഓജോ ബോർഡിന് പിന്നിലുള്ള ഗവേഷണത്തിൽ മുഴുകിയ വ്യക്തിയാണ്. അമേരിക്കൻ സംസ്കാരത്തിൽ ഭയവും അത്ഭുതവും ഒരുപോലെ ഉളവാക്കുന്ന ഒരു ഐതിഹാസികമായ കാര്യമാണിത്. എന്നാൽ ഇതെവിടെ നിന്നുമാണ് വന്നത് ആർക്കും അറിയില്ല എന്നാണ് റോബർട്ട് മർച്ച് പറയുന്നത്. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടാൻ കഴിയുമെന്ന് യുഎസിൽ ഒരു വിഭാഗം പേർ വിശ്വസിച്ചിരുന്നു. മരിച്ചവർക്ക് ജീവിക്കുന്നവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷേ ഓജോ ബോർഡിൻ്റെ ഉത്ഭവം. അമേരിക്കയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആഭ്യന്തര യുദ്ധ സമയത്ത് സമൂഹത്തിൽ ഇത്തരം വിശ്വാസങ്ങൾക്ക് ആഴത്തിൽ വേരുകളുണ്ടായി. യുദ്ധത്തിന് പോയവരും ഒരിക്കലും വീട്ടിൽ തിരിച്ചെത്താത്തവരുമായ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവരിടയിലേക്ക് ഒരു മാജിക് ടൂൾ പോലെ ഓജോ ബോർഡ് എത്തി. മരിച്ചവരുമായി ആശയവിനിമയം നടത്തുക എന്നത് സാധാരണമായിരുന്നു. അന്ന് വിചിത്രമായി ആരും അതിനെ കണ്ടില്ല. കാലങ്ങൾക്കപ്പുറം നിങ്ങൾ എന്തിനാണ് നരകത്തിൻ്റെ കവാടം തുറന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ലല്ലോ, റോബർട്ട് മർച്ച് പറയുന്നു. 1886 കാലഘട്ടത്തിൽ US ആസ്ഥാനമായ ഓഹിയോയിലെ ക്യാമ്പുകളിൽ ആധുനിക ഓജോ ബോർഡിനോട് സാമ്യമുള്ള ടോക്കിംഗ് ബോർഡ് ഉപയോഗിച്ചുവരുന്നെന്നും പറയപ്പെടുന്നു. അക്കാലത്ത് ഓഹിയോയിലെ ആത്മീയവാദികളുടെ ക്യാമ്പുകളിൽ നടന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. അക്ഷരങ്ങളും അക്കങ്ങളും അവയെ ചൂണ്ടിക്കാണിക്കാൻ പ്ലാൻജെറ്റ് പോലെയുള്ള ഉപകരണങ്ങളും ഒരു ഓജോ ബോർഡ് തന്നെയായിരുന്നു അത്. ആ റിപ്പോർട്ട് പെട്ടെന്ന് ശ്രദ്ധ നേടി. നിഗൂഢമായി ബന്ധമില്ലാത്ത നിർദോഷമായ ഗെയിമായി മാത്രം കണക്കാക്കപ്പെട്ട ഓജോ ബോർഡ് 1890 ജൂലൈ 1 ബിസിനസ്സുകാരനായ എലീജ ബോണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഓജോ ബോർഡിൻ്റെ ആദ്യകാല പരസ്യങ്ങളിലൊന്ന്. എന്നാൽ അതിലൊളിഞ്ഞിരിക്കുന്ന ബിസിനസ് സാധ്യത മനസ്സിലാക്കിയത് മേരിലാൻഡിലെ ബാൾട്ടിമോർ സ്വദേശിയായ ചാൾഡ് കെന്നറാണ്. ഇന്ന് ലോകവ്യാപകമായി തന്നെ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ഓജോ ബോർഡ്. ഈ ബോർഡുമായി ബന്ധപ്പെട്ട അസാധാരണവും അമാനുഷികവുമായ വിശ്വാസങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കപടശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളയുമ്പോഴും മനുഷ്യരുടെ അരക്ഷിതത്വം, ആജ്ഞേയമായ ലോകത്തെ അറിയാനുമുള്ള ആഗ്രഹം, വിശ്വാസം തുടങ്ങിയ സഹജവാസങ്ങൾ അവയെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്പിരിറ്റ് ബോർഡ്, ടോക്കിംഗ് ബോർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഓജോ ബോർഡിൽ ലാറ്റിൻ അക്ഷരമാലയിൽ അക്ഷരങ്ങൾ, അക്കങ്ങൾ 0 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ എന്നിവയൊക്കെയാണ് ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച്, ജർമ്മൻ പദങ്ങളിൽ നിന്നാണ് ഓജോ എന്ന വാക്ക് വരുന്നത് ഒരു വിഭാഗം ആൾ വിശ്വസിക്കുന്നത്. എന്നാൽ അത് തെറ്റാണെന്നും ആദ്യമായി ബോർഡ് കണ്ടുപിടിച്ച ആൾ ഒരു പ്രേതത്തിനോട് പേരിടാൻ ആവശ്യപ്പെട്ടപ്പോൾ ബോർഡിലെഴുതിയ ഒരു വാക്കിൽ നിന്നാണ് ഈ പേര് എടുത്തത് എന്ന വാദവും പ്രചാരത്തിലുണ്ട്. സമചതുര രൂപത്തിലുള്ള ബോർഡിൽ എ മുതൽ സെഡ് വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാം. ഒപ്പം 1 മുതൽ 0 വരെയുള്ള അക്കങ്ങളും യെസ്, നോ എന്ന് പ്രത്യേകം രൂപപ്പെടുത്തിയ കളങ്ങളും നടുക്കുള്ള പോയിന്റിൽ നാണയം വെച്ച് ആത്മാവിനെ പതിയെ വിളിക്കുക എന്നതാണ് ഓജോ ബോർഡിൻ്റെ രീതി. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന അഭ്യർത്ഥനയെ തുടർന്ന് ആത്മാവെത്തുകയും നാണയം ഇളകി തുടങ്ങുകയും ചെയ്യുമെന്നാണ് അവകാശവാദം. ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ ഓജോ ബോർഡുകളുടെ ഉപയോഗത്തിനെതിരെ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാത്താനുമായുള്ള കൂട്ട് എന്ന രീതിയിലാണ് ക്രൈസ്തവ വിഭാഗം ഇതിനെ നോക്കിക്കാണുന്നത്. മറ്റു മതവിഭാഗങ്ങൾ അത് പിശാചുബാധയിലേക്ക് നയിക്കുമെന്നും വിശ്വസിക്കുന്നു. ഓജോ ബോർഡുകൾ വിശ്വാസത്തിന് പിന്നിലെ സാഹിത്യ ലോകത്തും ശ്രദ്ധ നേടി തുടങ്ങി. അമേരിക്കൻ ആത്മീയവാദിയായ പേൾ ഖുറാൻ 1-ാം ലോക മഹായുദ്ധത്തിൽ ഇതൊരു ദൈവിക ഉപകരണം എന്ന രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഓജോ ബോർഡിന് പുതിയ മാനങ്ങൾ കൈവന്നു. അധികം വൈകാതെ തന്നെ ഓജോ ബോർഡ് പിശാചിൻ്റെ ഉപകരണം എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ഹൊറർ, സാഹിത്യ, ചലച്ചിത്ര മേഖലയിലുള്ളവരുടെ മുൻകൈയിൽ ഓജോ ബോർഡിനെ സിനിമയിലെടുത്തു.
കേരളത്തിലും ഓജോ ബോർഡുകൾക്ക് വളരെ ജനപ്രീതി ലഭിച്ചൊരു കാലമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയാണ് ഓജോ ബോർഡ് ഭ്രമിപ്പിച്ചത്. 2005 മുതൽ 2008 വരെ നീളുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ പല ഹോസ്റ്റൽ മുറികളിലും യുവാക്കൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ആത്മാക്കളോട് സംസാരിക്കാനായി കാത്തിരുന്നു. അപരിചിതൻ പോലുള്ള ചിത്രങ്ങൾ ഇറങ്ങിയതിനു ശേഷമായിരുന്നു അത്. പലരുടെയും ഓജോ ബോർഡ് പരീക്ഷണങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ ചിലർക്കൊക്കെ വിചിത്രങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരം അനുഭവങ്ങളും പലരും പേടിച്ച് പനി പിടിച്ച് മാനസിക വിദഗ്ധർക്ക് മുന്നിലായി ചേർന്നതും പറയും. വെറുമൊരു കുട്ടികളിയായി ഓജോ ബോർഡിനെ കാണരുത് എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. ഓജോ ബോർഡ് മനുഷ്യരുടെ യുക്തിയെയും മനോനിലയെയും കുഴപ്പത്തിലാക്കുന്ന ഒരു അപകടം പിടിച്ച കളി മാത്രമാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധരിൽ നല്ലൊരു വിഭാഗം പറയുന്നത്. അനേക പേരിൽ മാനസിക വിഭ്രാന്തിക്കും ഓജോ ഗെയിം കാരണമായി മാറിയിട്ടുണ്ട്. അതേസമയം ചില വിചിത്രമായ കേസുകളിൽ അത്തരത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ടെന്നാണ് പാരാസൈക്കോളജിസ്റ്റായ ഡോക്ടർ വി ജോർജ് മാത്യു അവകാശപ്പെടുന്നത്. ചിലർക്കു മാത്രമേ ഓജോ ബോർഡ് കളിക്കുമ്പോൾ മൂവ്മെൻറ്റ് കിട്ടൂ. അങ്ങനെ കിട്ടുന്നതിന് ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയും. അവർ പോലും അറിയാതെ കൈ മൂവ്മെൻറ്റ് ചെയ്യും. ഓജോ ബോർഡ് കളിക്കുമ്പോൾ ചിലർ അവർക്ക് അറിയാവുന്ന മരിച്ചുപോയ ആളുകളെ വിളിക്കാറുണ്ട്. ആത്മാവ് പറയുന്ന സൂചനകൾ ചേർത്തുവെച്ച് ഒരു മെസ്സേജിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ കൈവയ്ക്കുന്ന ആളുകളുടെ സങ്കല്പമാവാം ഇത്. എന്നാൽ അയാൾക്ക് അറിഞ്ഞുകൂടാത്ത വിവരങ്ങൾ കൃത്യമായി കിട്ടിയാൽ മറ്റൊരാളുടെ മെമ്മറി ആക്സസ് ചെയ്യുന്നതായിരിക്കാം ഇത്. യഥാർത്ഥത്തിൽ മരിച്ചയാൾ വന്നത് തന്നെയാണോ എന്ന് തീരുമാനിക്കുക എളുപ്പമല്ല. വന്ന ആത്മാവ് കൃത്യമായി അയാളുടെ പേരും സ്ഥലവും വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്ത കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ ആർക്കും അഡ്വൈസ് ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ ചെയ്യുന്നില്ല. അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കേ പോകും. ഓജോ ബോർഡ് കളിച്ചിട്ട് പനി പിടിച്ച് വിഭ്രാന്തിയിലെത്തിയ ആളുകൾ വരെയുണ്ട്. മനുഷ്യരുടെ ഉള്ളിലെ ഭീതിയാണ് പലപ്പോഴും മാനസിക നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഒരു കാറ്റടിച്ചാൽ പോലും ആളുകൾക്ക് പേടി വരാം. ആത്മാവാണെന്ന് കരുതി പരിഭ്രാന്തിയിലെത്തിപ്പെടാം. ഓജോ ബോർഡിനെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ കളിക്കുന്നത് ആപത്ത് വരുത്തി വയ്ക്കുമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ വ്യക്തമാക്കുന്നു. അറിവില്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടി ഉപബോധ മനസ്സിനെ ബാധിക്കുകയും പലവിധ മാനസിക വിഭ്രാന്തിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് അവർ മുന്നറിയിപ്പ് തരുന്നു. ഓജോ ബോർഡ് കളിക്കുമ്പോൾ ചിലർക്ക് പ്ലാഞ്ചറ്റ് അനങ്ങുന്നതായി തോന്നുന്നത് അവരുടെ മനസ്സിൻ്റെ വിഭ്രാന്തി മൂലമാണെന്ന് പറയുന്നു. പലപ്പോഴും മെഴുകുതിരി വെട്ടത്തിലാണ് ഈ കളി അരങ്ങേറുന്നത്. ആ അന്തരീക്ഷവും ആളുകളുടെ മാനസിക നിലയെ സ്വാധീനിക്കും. ഹോമം, കൂടോത്രം, മന്ത്രവാദം എന്നിവയ്ക്ക് സമാനമായ ഒരു അന്തരീക്ഷമായി ഇവിടെ രൂപപ്പെടുക. എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും നേരിയൊരു ഉൾഭയം തോന്നിയാൽ മതി, പിന്നെ ചുറ്റുമുള്ളതെല്ലാം പേടിച്ചു തുടങ്ങും. ഇരുട്ട്, ഓജോ ബോർഡിൻ്റെ സാന്നിധ്യം, ചെറുപ്പം മുതൽ കേട്ട് മനസ്സിൽ പോയ ഭൂതപ്രേത കഥകൾ, ഇവയെല്ലാം കൂട്ടിച്ചേരുമ്പോൾ ഒട്ടുമിക്ക മനുഷ്യർക്കും അവരുടെ മനസ്സിലുള്ള നിയന്ത്രണം അവരറിയാതെ കൈവിട്ടുപോകും. മിക്ക കേസിലും അവബോധത്തിൽ ആ വ്യക്തികൾ തന്നെയാണ് ഓജോ ബോർഡിൻ്റെ പ്ലാഞ്ചറ്റ് ചലിപ്പിക്കുന്നത്. ഒരാൾ അബോധാവസ്ഥയിലായിരിക്കും. അനിയന്ത്രിതമായി സംഭവിക്കുന്ന ശാരീരിക ചലനമാണിത്. ഇതിനെ ഐഡിയോ മോട്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നു. മനസ്സിൽ വികലമായ ചിന്തകൾ കടന്നുകൂടുന്നതോടെ തലച്ചോറ് ആ വ്യക്തിയെ കബളിപ്പിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴും ഇത്തരം അവസ്ഥകൾ ആത്മഹത്യ, മാനസിക രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ എന്നിവയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഓജോ ബോർഡ് ശരിക്കും ഒരു ഗെയിമാണോ, അതോ മരിച്ചുപോയ വ്യക്തികൾ നമ്മുടെ മനസ്സിനെ ഹൈജാക്ക് ചെയ്ത് അവരുടെ മെമ്മറി നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്നതാണോ? കൈ യഥാർത്ഥത്തിൽ നാം തന്നെയാണ് നീക്കുന്നത്. ആ നീക്കലിൽ അവരുടെ മനസ്സ് നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നതാണോ? അവരുടെ ഇത്രയും ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി നാം തന്നെയാണോ ചലിപ്പിക്കുന്നത്? സത്യത്തിൽ പറയൂ, ഓജോ ബോർഡ് ഉള്ളതാണോ?